ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഗേൾസ് ഒള്ളി ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുവാണ് ചിക്പേട്ടിലോട്ട്. അപ്പം നമുക്ക് പോയാലോ? ഇത് ഹലസൂരിൽ നിന്ന് 2 മെട്രോ സ്റ്റേഷൻ മാറി കയറിയാണ് ചിക്പേട്ട് പോകുന്നത്. പോകുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ട് അവിടെ വാളിൽ കണ്ടൊരു പിക്ചർ എടുക്കുന്നതാണ്. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്നതൊക്കെ അറിയില്ലായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ അവളുടെ റിയാക്ഷനാണ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ 2 മെട്രോ സ്റ്റേഷൻ മാറി കയറി ചിക്പേട്ടിലെത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ആട്ടോ ഞാനിവിടെ ബാംഗ്ലൂർ വന്നിട്ട് ചിക്പേട്ട് പോകുന്നത്. നാട്ടിൽ പോകാനുള്ളത് കൊണ്ട് ക്രിസ്മസിന് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലേസ് നോക്കിയത്. ഞങ്ങൾ പൊതുവെ എല്ലാവരും വിലക്കുറവാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഒന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ചു. കണ്ടോ, വെറൈറ്റി ഫ്രൂട്ട്സ്, ലൈറ്റ്സ് ഒക്കെ കിട്ടും നമുക്ക് അവിടെ. ഡ്രസ്സിൻ്റെ ഷോപ്സൊക്കെ കണ്ടോ, എന്ത് വെറൈറ്റി ഉടുപ്പുകളാണ് നോക്കിയേ. ഇതൊക്കെ നമ്മൾ റീറ്റെയിലിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം കേട്ടോ. ആക്ച്വലി ഇവിടെ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഓപ്ഷനാണ് ചിക്പേട്ട്. ഇപ്പോൾ ഒരു കല്യാണ പരിപാടിക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് സാധനം എടുക്കേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പിലോട്ട് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ നോക്കാൻ പോവുകയാണെങ്കിൽ ചിക്പേട്ടിൽ വന്ന നല്ല വിലക്കുറവിന് കിട്ടും. ഈ ഫ്ലവറിൻ്റെ ഷോപ്പ് ഉണ്ട്. ഞങ്ങൾ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങി കേട്ടോ. എൻ്റെ ടീം ലീഡർ ചേച്ചിയുടെ ഫ്ലാറ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്ലവേഴ്സ് അതുപോലെ തന്നെ ലൈറ്റ്സ് ഒക്കെ തപ്പി ഞങ്ങൾ നടന്നു കേട്ടോ കുറേ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ്. ആക്ച്വലി ഇത് ഒറിജിനൽ ഫ്ലവേഴ്സ് ആണെന്നേ നമുക്ക് തോന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെറിയ വിലക്കുറവുള്ള ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തു. ഒരുപാടൊന്നും സ്പെൻഡ് ചെയ്തില്ല. പിന്നെ നമ്മളൊരു ബജ്ജിയൊക്കെ കഴിച്ചു, കുറച്ചൊന്ന് റിലാക്സായി. പിന്നെയും തെണ്ടാനിറങ്ങി. ഇത് കണ്ടോ, കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സ്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല രസമല്ലേ കാണാനായിട്ട്. കുറേ ക്ലിപ്സ് ഐറ്റംസ്, ഇതൊക്കെ ബൾക്കായിട്ട് എടുത്താലേ അവർ ഓഫറിന് തരുള്ളൂ കേട്ടോ. ഒരു സാധനം തന്നെ നമ്മൾ ബൾക്കായിട്ട് എടുക്കണം, എനിക്ക് ഓഫറിന് കിട്ടും. കണ്ടോ, പിന്നെയും ഞങ്ങൾ കുറേ ഫ്ലവർ ഷോപ്പൊക്കെ കയറി ഇറങ്ങി. ഞാൻ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറിപ്പോയി കേട്ടോ. നല്ല രസമല്ലേ ഫ്ലവേഴ്സ് കാണാനായിട്ട്. അവർ ചെരുപ്പ് ഊരിയാലൊക്കെയാണ് അകത്ത് കയറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ അവിടെ നിന്ന് ഇയറിങ്സൊക്കെ വാങ്ങിച്ചായിരുന്നു. ഇത് കണ്ടോ, നല്ല രസമല്ലേ ലൈറ്റ്സ്. ക്രിസ്മസിൻ്റെ ടൈം ആയതുകൊണ്ട് എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് ഇവിടെ. വെറൈറ്റി സ്റ്റാർസ്, ലൈറ്റ്സ്. കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമല്ലേ. അങ്ങനെ ഞങ്ങൾ കുറേ ഷോപ്പ് വീണ്ടും കയറി ഇറങ്ങി തെണ്ട് നടക്കുകയാണ് ഗായ്സ്. ഇത് കണ്ടോ, വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഡെക്കറേറ്റീവ് ഐറ്റംസ് 750 to 1000 ആ റേഞ്ചിലൊക്കെ വരും കേട്ടോ. പിന്നെ വിഗ്രഹങ്ങളുടെയൊക്കെ ഷോപ്പ് കണ്ടോ. ഇവിടെ നമുക്ക് ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ റേറ്റ് കുറച്ച് കിട്ടും. വിളക്കുകൾ, കസേര, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട്. പിന്നെയും തെണ്ട് കിടക്കുകയാണ്. റോട്ടിൽ കണ്ട കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടോ. ഇതൊന്നും വലിയ റേറ്റില്ല, ചീപ്പ് റേറ്റ് കിട്ടും നമുക്ക്. അങ്ങനെ അത്യാവശ്യം ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വിലക്കുറവിന് നല്ല ഐറ്റംസ് കുറച്ചും കൂടി കിട്ടണമെങ്കിൽ ബാംഗ്ലൂർ കൊമേഴ്സ്യൽ സ്ട്രീറ്റ് പോകണതാണ് എൻ്റെ അഭിപ്രായത്തിൽ ബെറ്റർ. അത് കഴിഞ്ഞ് പിന്നെ ഒരു കോഫി കുടിക്കാൻ കയറിയപ്പോൾ എൻ്റെ ഫ്രണ്ട് എടുത്ത വീഡിയോ ഉണ്ടോ ആ പട്ടിക്കുട്ടിയുടെ, നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ ഫ്ലാറ്റിലോട്ട് ഡയറക്റ്റ് പോയി, പി ജിയിലോട്ട് പോയില്ല. കാരണം ചേച്ചി ഞങ്ങൾക്ക് നല്ല അടിപൊളി ഫ്രൈഡ് റൈസും അതുപോലെ ചില്ലി കോഫി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ചേച്ചി വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ ഡിഷിൽ നല്ല കൈപ്പുണ്യം ഉണ്ടാവും. വീക്കെൻഡ് ആകുമ്പോൾ ഞങ്ങൾ വീണ്ടും കയറി ചെല്ലും. പിള്ളേർ ഫയർ കാലിയാക്കി എല്ലാം കൂടി കയറി ചെല്ലും ചേച്ചീനെ കഷ്ടപ്പെടുത്താൻ. അരിഞ്ഞൊക്കെ കൊടുക്കൂട്ടോ ഞങ്ങൾ. കുക്കിംഗ് ചേച്ചിയാണ്. ചേച്ചി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ഇത് വറുക്കണേൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ തിന്നു. വറുക്കുക, തിന്നുക, നല്ല ടേസ്റ്റായിരുന്നേ. അങ്ങനെ എല്ലാം റെഡിയായി. ഞങ്ങളെല്ലാവരും വട്ടത്തിലിരുന്നു ഫ്രൈഡ് റൈസും അതുപോലെ ചില്ലി കോഫിയും കഴിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ അത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.